ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവൻ വിരഹ ദുഃഖത്തിന്റെ ആശാന. കാക്ക നിലത്തിറങ്ങും മുമ്പ് അവൻ കാന്ന് കരഞ്ഞുകൊണ്ട് പറന്നിങ്ങെത്തും. എന്റെ രാജുനെ കാക്കയും ആക്കി. നിങ്ങൾ ഒരു സ്ഥലത്ത് പോണ്ട. എന്ത് വേണമെങ്കിലും ഞങ്ങൾ തരാം. ഞങ്ങളൊന്ന് ഉപദ്രവിക്കാതിരുന്നാ മതി, പ്ലീസ്. അമ്മ ഒറ്റരാളെ ഈ കളി വഷളാക്കുന്നത്. ആരാണോ നിന്റെ അമ്മ? ഞാനാണോ രാധമ്മയാണോ? അതിലിത്ര സംശയം തോന്നുന്നു. രാധമ്മ തന്നെ എന്റെ അമ്മ. ചേനെ കേട്ടോ ഞാൻ പറഞ്ഞത്? അവിടുത്തെ പ്രശ്നമൊക്കെ പരിഹരിച്ചത് ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങൾ അറിഞ്ഞില്ല. എന്തായി മോനെ കാര്യങ്ങള്? നേരപ്പാക്കി കൊടുത്തു. അംബികയ്ക്ക് മകനും ശരിക്കും കിട്ടി. അവിടെ എന്താ ഉണ്ടായെന്ന് നീ ഒന്ന് വിവരിക്കടാ. സംഗതി ത്രില്ലായിരുന്നു അമ്മേ. ഞാൻ പറയാം. നിർത്തണേ. പാൽക്കാരി അമ്പിയായിക്ക് മകനും തൃപ്തിയായി. അമ്മേ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. എന്തേലും കഴിക്കാനുണ്ടോ? വാ, എല്ലാരും വാ. ഞാൻ വിളിച്ചിട്ട് അമ്പിയ ഫോൺ എടുക്കാത്തത് അതുകൊണ്ടാ. ഇനിയിപ്പൊ നാളെ വിളിക്കാം. അമ്മുമ്മേ, എന്താ പോ? ചേച്ചിയുടെ മനസ്സേ ഇവിടെ എങ്ങും അല്ല. അത് പിന്നെ എവിടെ പോയി? അതാ ബൈക്കിന് പിന്നാലെ പോയി. രാജുവേട്ടന്റെ ബൈക്കിന് പിന്നാലെ. കളിയാക്കാതെ പോ. എന്റെ കുട്ടിയുടെ സങ്കടം അവക്ക് മാത്രമേ അറിയൂ. കൂട്ടത്തിൽ നിന്നോണ്ട് എന്റെ കാലിൽ ചവിട്ടാണല്ലേ മമ്മ? മോളെ, ഞാൻ മോളുടെ സങ്കടത്തിൽ പങ്കുചേർന്നതാ. അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ ഈ രണ്ടെണ്ണത്തിനും ഊണുമില്ല ഉറക്കവുമില്ല. അല്ല, രാത്രി ഊണല്ലായിരുന്നല്ലോ, ചപ്പാത്തി അല്ലായിരുന്നോ? വേണ്ട, കളിയാക്കണ്ട. ഞാൻ നിന്റെ അമ്മയാ. ദേ, രണ്ടുപേരും പാല് കുടിച്ചോളണം. അമ്മയ്ക്ക് മരുന്ന് കഴിക്കാനുള്ള വെള്ളമുണ്ട്. വെള്ളം ഇവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നല്ലോ യാമിനി. അത് ചൂടുവെള്ളല്ലേ. ഇത് തിളപ്പിച്ചാറ്റിയ വെള്ളം, മരുന്ന് കഴിക്കാൻ. ഋതുമോൾക്ക് എന്ത് പറ്റി? നിലാക്കായം വെളിച്ചം പൊൻകടേ പരവസം കൺകൾ ഉറങ്ങാമൽ തേടുതേ ഒരു മുഖം. യാമിനിക്ക് കാര്യം മനസ്സിലായില്ലേ? ഇല്ലമ്മേ. പ്രിയതമൻ അവന്റെ അമ്മയെ കാണാൻ പോയി. വിരഹിണിയാം രാധ ഇപ്പോ എനിക്ക് എന്നിട്ടും വിലപിക്കാൻ മാത്രമാ യോഗം. ഈ അമ്മമ്മ അപ്പം കൂടി എന്നെ കളിയാക്കി കൊല്ല ചെറിയമ്മേ. മോൾ അതൊന്നും കേട്ട് വിഷമിക്കണ്ട. അവർക്കേ വിരഹ ദുഃഖം എന്താന്ന് അറിയില്ല. അത് അനുഭവിച്ചവർക്കല്ലേ അറിയൂ. ശേഖരേട്ടൻ നെല്ലിയാമ്പതി പോകുമ്പോ എനിക്കുണ്ടാവുന്ന സങ്കടം എനിക്കേ അറിയൂ. ശേഖരൻ അങ്ങ് ദൂരെ നെല്ലിയാമ്പതിക്കല്ലേ പോകുന്നത്?
ഇത് രാജുവേ 1-2 കിലോമീറ്റർ അപ്പുറത്ത് അവന്റെ വീട്ടിലേക്കാ പോയിരിക്കുന്നെ. ഈ വിരഹത്തിന് അങ്ങനെ ദൂരമൊന്നും അമ്മേ. അപ്പൂപ്പൻ പോകുമ്പോ അമ്മമ്മയ്ക്ക് സങ്കടമില്ലായിരുന്നോ? അതെന്തായാലും ഇത്രയും സങ്കടമല്ലായിരുന്നു. ഇതൊരു 1.5 സങ്കടമായി പോയില്ലേ അമ്മമ്മേ? പോട്ടെ മോളെ, അമ്മമ്മ തമാശ പറഞ്ഞല്ലേ. രാജു നേരം വെളുക്കുമ്പോഴേക്കും ഇങ്ങോട്ടെത്തില്ലേ? അതെ, അവൻ വിരഹ ദുഃഖത്തിന്റെ ആശാന. കാക്ക നിലത്തിറങ്ങും മുമ്പ് അവൻ കാന്ന് കരഞ്ഞുകൊണ്ട് പറന്നിങ്ങെത്തും. എന്റെ രാജുവിനെ കാക്കയോ ആക്കി. അപ്പൊ ഇനി ഉറക്കം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. റിതു ഉറങ്ങിക്കാണോ? അവിടെ നിന്ന് പോരണ്ടായിരുന്നു. കഷ്ടമായി. വല്ലാത്ത കഷ്ടമായി. ഒന്ന് വിളിച്ചു നോക്കിയാലോ? വേണ്ട, ചിലപ്പോ അവൾ ഉറങ്ങിയെങ്കിലോ. ശല്യപ്പെടുത്തണ്ട. ഉറക്കവും വരുന്നില്ല. രാജു അടുത്തില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. രാജുവിനെ ഒന്ന് വിളിച്ചാലോ? രാജു ഉറങ്ങിയെങ്കിൽ ഇതൊരു ശല്യാവും. ഡിസ്റ്റർബ് ചെയ്യണ്ട. മനസ്സിന് ഇങ്ങനെയും ടെൻഷൻ ഉണ്ടാവോ? ഹൃദികയെ വിട്ട് എനിക്ക് മാറി നിൽക്കാനും പറ്റുന്നില്ല.